ബി.ജെ.പി. ലോക്സഭാ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ കലാപക്കൊടി ഉയർത്തിയ പി.സി. ജോർജ് വഴങ്ങി. പത്തനംതിട്ട മണ്ഡലത്തിൽ കണ്ണുവെച്ച് കാത്തിരുന്ന പി.സിക്ക് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവന്നപ്പോൾ നിരാശയായിരുന്നു ഫലം. പത്തനംതിട്ടയിൽ അനിൽ ആന്റണിയെയാണ് സ്ഥാനാർത്ഥിയായി എൻ.ഡി.എ മുന്നണി പ്രഖ്യാപിച്ചത്. വ്യക്തിപരമായ അധിക്ഷേപം ഉൾപ്പെടെ ഉയർത്തിയാണ് പി.സി. തന്റെ നിരാശ പ്രകടിപ്പിച്ചത്. എന്നാൽ പി.സിയെ മെരുക്കിയെന്നാണ് ഒടുവിൽ പുറത്തുവരുന്ന വിവരം. അനിൽ ആന്റണി പി.സിയെ സന്ദർശിച്ചിരുന്നു. പിന്നാലെയാണ് പി.സി. തന്റെ മുൻ നിലപാട് മയപ്പെടുത്തിയത്. അനിലിനെ മണ്ഡലത്തിൽ നന്നായി പരിചയപ്പെടുത്തേണ്ടി വരുമെന്നായിരുന്നു നേരത്തെ പി.സിയുടെ പരിഹാസം. എന്നാൽ അനിലിന് പത്തനംതിട്ടയിൽ ജയം ഉറപ്പെന്നാണ് ജോർജിന്റെ ഇപ്പോഴത്തെ പ്രതികരണം. ഇങ്ങനെ പറയുമ്പോഴും ശരീരഭാഷയിലും വാക്കുകൾക്കിടയിലും പി.സി. തന്റെ നിരാശ പറയാതെ പറയുന്നുണ്ട്. വെള്ളാപ്പള്ളി നടേശനും മകൻ തുഷാർ വെള്ളാപ്പള്ളിയുമാണ് തന്റെ സ്ഥാനാർത്ഥിത്വം വെട്ടിയതിനു പിന്നിലെന്നായിരുന്നു പി.സി. തുറന്നടിച്ചത്. രൂക്ഷമായ വിമർശനമാണ് ഇരുവർക്കുമെതിരെ പി.സി. ഉയർത്തിയത്. തുടർന്ന് തുഷാർ ബി.ജെ.പി. അധ്യക്ഷൻ ജെ.പി. നദ്ദയെ കണ്ട് പരാതി പറഞ്ഞു. അതോടെയാണ് പി.സി. ജോർജിനെതിരെ ബി.ജെ.പി. നേതൃത്വം നിലപാട് കടുപ്പിച്ചത്. ഇതോടെ അപകടം മണത്ത പി.സി. വഴങ്ങുകയായിരുന്നു എന്നാണ് വിവരം. തുടർന്നാണ് അനിൽ ആന്റണിയെക്കുറിച്ച് പറഞ്ഞതെല്ലാം വിഴുങ്ങേണ്ടി വന്നത്. തന്നെ സ്ഥാനാർത്ഥിയാക്കിയതുപോലെ പി.സി. ജോർജിനും ബി.ജെ.പി. ഉചിതമായ സ്ഥാനം കൊടുക്കുമെന്ന് അനിൽ ആന്റണി പറയുകയും ചെയ്തു. പി.സിയുടെ എതിർപ്പ് വെറും മാധ്യമ സൃഷ്ടിയായിരുന്നെന്നും പി.സി. ജോർജിനെ സന്ദർശിച്ച ശേഷം അനിൽ ആന്റണി പറഞ്ഞു. വീട്ടിലെത്തിയ അനിൽ ആന്റണിയെ മധുരം നൽകിയാണ് പി.സി. സ്വീകരിച്ചത്. പ്രചാരണത്തിനിറങ്ങുമെന്നും അദ്ദേഹം അറിയിച്ചു. പി.സി. ജോർജ് ഉണ്ടാക്കിയ അപ്രതീക്ഷിത പ്രതിസന്ധിയിൽ ബി.ജെ.പി. ദേശീയ സംസ്ഥാന നേതൃത്വങ്ങൾക്ക് ശക്തമായ അതൃപ്തിയുണ്ട്. അത് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കഴിഞ്ഞ ദിവസം തുറന്നടിക്കുകയും ചെയ്തു. വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണമെന്ന ശക്തമായ താക്കീതും കെ. സുരേന്ദ്രൻ നൽകി. ഉറപ്പിച്ച സീറ്റ് അനിൽ ആന്റണിക്ക് നൽകിയതിലായിരുന്നു പി.സി. ജോർജിന്റെ അമർഷം. എതിർപ്പ് പലതവണ പരസ്യമാക്കി പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്തു. എന്നാൽ പാർട്ടി നേതൃത്വം ഇതിനെതിരെ ശക്തമായ നിലപാടുമായി മുന്നോട്ടു പോയതോടെ സമ്മർദ്ദം തന്ത്രം ഫലിക്കില്ലെന്ന് പി.സി. ജോർജിന് മനസ്സിലായി. തുടർന്നാണ് വിഷയത്തിൽ പി.സി. ജോർജ് അയഞ്ഞത്. കേരളത്തിൽ പി.സി. ജോർജ് കുളം കലക്കിയെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. എൻ.ഡി.എയുടെ കെട്ടുറപ്പിനെ തന്നെ ബാധിക്കുന്നതായി പി.സി. ജോർജിന്റെ പ്രതികരണങ്ങൾ. തൽക്കാലം നടപടിക്ക് ബി.ജെ.പി. മുതിരില്ലെങ്കിലും ഭാവിയിൽ പാർട്ടിയിൽ പി.സി. ജോർജിന്റെ നില പരുങ്ങലിലാവും.